ഇന്ന് നമ്മുടെ മാർക്കറ്റ് പ്ലസിന്റെ ഫോറത്തിൽ ഇന്ന് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ലേബർ ഡേ പ്രമാണിച്ച് അവധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരാം. ക്രൂഡിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഫോറത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നേരിയ റിക്കവറി മോഡ് കാണുന്നുണ്ട് എന്നുള്ളത്. ക്രൂഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫ്ലാറ്റ് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്രൂഡിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ജാസ്മിൻ, നമ്മൾ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. ആൻഡ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്ന ഷോർട്ട് ടേം ട്രെൻഡ് എനിക്ക് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $69, അതിനുശേഷം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $70. 69ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി മാറും. 70ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അഗെയിൻ സർ, നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഓൾ ടൈം ഹൈ നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. $3508 ട്രോയ് ഔൺസിന് എന്നുള്ളൊരു നില ഇന്ന് ഗോൾഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1.39% ഒരു മുന്നേറ്റത്തിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഹൈ ലെവൽസിൽ നമ്മൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായിട്ടും മുന്നോട്ട് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ജാസ്മിൻ, കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്ക് സ്വർണത്തിന്റെ കേസിൽ നേട്ടമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ പുതിയ ഓൾ ടൈം ഹൈയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു അല്പം ഓവർ ബോട്ട് റീഡിങ്ങിലോട്ട് വരുന്നുണ്ട്. ബട്ട് കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യണം. നിലവിലുള്ള ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ $3480 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ഇന്നത്തെ ട്രേഡിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഓക്കെ സർ, നമ്മൾ ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റി 50യിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 24,600 എന്നുള്ള ഒരു നിലവാരം മറികടന്നുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. സാർ, ഇതേ ഒരു ഫോറത്തിൽ 24,300 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലെവല് മറികടക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു അണ്ടർടോണിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? മാർക്കറ്റിന്റെ ഈ ഒരു മുന്നേറ്റത്തിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാസ്മിൻ, നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓഗസ്റ്റ് 8 ആയിരുന്നു നമുക്ക് നിഫ്റ്റി 50യുടെ ബോട്ടം കാണാൻ സാധിച്ചത്. 24,337 അന്നത്തെ ലോവസ്റ്റ് ലെവൽ. ആ ഒരു ലെവലിലായിരുന്നു 2 ട്രേഡിംഗ് സെഷൻസ് മുൻപ് നമുക്ക് സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഇന്നലെ നമ്മൾ ഇത്രയും വലിയൊരു നേട്ടം കാണാൻ സാധിച്ചെങ്കിലും നമ്മുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഒരു ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ നമ്മൾ 24,300 തന്നെ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 25,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നിരവധി സ്റ്റോക്കിൽ എനിക്കൊരു ബൈയിങ് അവസരം ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ് സാർ, അതോടൊപ്പം തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് സമാനമായിക്കൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ മികച്ചൊരു മുന്നേറ്റം കണ്ടിരുന്നു. 54,000 എന്നുള്ള ഒരു നില മറികടന്നുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റി അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു അല്പം അണ്ടർ പെർഫോമൻസ് ആണ് കഴിഞ്ഞ കുറെ സെഷനുകളിലായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് സാർ കരുതുന്നുണ്ടോ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു, ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 55,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സർ, ഇന്നലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം മാർക്കറ്റിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ഓഫ് ദ സെക്ടർ ഓട്ടോ തന്നെയാണ്. ഓട്ടോയ്ക്ക് പിന്നാലെ IT-യിലും നമ്മൾ വലിയൊരു മൂവ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓട്ടോ സെഗ്മെന്റിൽ തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസത്തിലെ ഓട്ടോ മന്ത്ലി സെയിൽസ് റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു ഓട്ടോ ഇൻഡെക്സിന് ഒരു അല്പം പുതുജീവൻ നൽകിയത് എന്ന് തന്നെ പറയാം. ഓട്ടോ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു നിലവിലത്തെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്?
നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമുക്ക് വളരെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു ഓട്ടോ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 26,300 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 26,900 പോയിന്റ്, അതിനുശേഷം നിലവിലുള്ള ഓൾ ടൈം ഹൈ 27,700 പോയിന്റും ആയിരിക്കും. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓട്ടോ സ്റ്റോക്സിൽ കളക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. സർ, നമ്മൾ നിഫ്റ്റി IT കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5% ഒരു കോൺട്രിബ്യൂഷൻ ഇന്നലെ നിഫ്റ്റിയുടെ പെർഫോമൻസിന് IT ഇൻഡെക്സ് എസ്പെഷ്യലി നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയർ ടു ടിൽ ഡേറ്റിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ലീസ്റ്റ് പെർഫോമിംഗ് സെഗ്മെന്റ് ആയിരുന്നു IT എന്ന് പറയുന്നത്. ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പെർഫോം ചെയ്യുന്ന IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അണ്ടർ പെർഫോമൻസ് മാറി എന്ന് സാർക്ക് തോന്നുന്നുണ്ടോ? ജാസ്മിൻ, നമ്മൾ ഏകദേശം 2 ആഴ്ചകൾക്ക് മുൻപ് ഇതേ ഫോറത്തിൽ IT ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് IT ഇൻഡെക്സിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ അന്നത്തെ ആ ഒരു വ്യൂ ഡെഫിനറ്റ്ലി അത് കറക്റ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇത്രയും വലിയ നേട്ടം കിട്ടിയിട്ടുണ്ടെങ്കിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് എസ്പെഷ്യലി IT ഹെവി വെയ്റ്റ്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സോ നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 36,500 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 38,900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, ഇന്നലെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് ഓട്ടോ സെഗ്മെന്റിൽ നിന്നും ബജാജ് ഓട്ടോ തന്നെയാണ്. 4% കൂടുതലുള്ള ഒരു മുന്നേറ്റം ക്ലോസിംഗ് ബേസിസിലും ബജാജ് ഓട്ടോ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ക്ലോസിംഗ് ബേസിസിൽ പരിശോധിക്കുന്ന സമയത്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഓട്ടോ തുടങ്ങിയ ഓട്ടോ കമ്പനികൾ തന്നെയാണ് ഒരല്പം ലീഡിംഗ് കൂടുതലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ബജാജ് ഓട്ടോയിലുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഈ നിലവിലത്തെ ഒരു മുന്നേറ്റം തുടരാനുള്ള സാധ്യത എത്രമാത്രമാണ്? നമ്മൾ ബജാജ് ഓട്ടോന്റെ കേസ് എടുക്കുമ്പോഴേക്കും ബജാജ് ഓട്ടോ TVS മോട്ടോഴ്സ് ആൻഡ് ഓൾസോ ഹീറോ മോട്ടോറിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരുന്നത്. സോ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നമുക്ക് ഇതിന്റെ ബോട്ടം കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ആ ഒരു നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന 3 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 900 രൂപ, അതിനുശേഷം 9,200, 9,300, 9,500. വൺ ഡിസ്ക്ലോഷർ, എനിക്ക് എക്സിസ്റ്റിംഗ് ഒരു ലോങ് പൊസിഷൻ ബജാജ് ഓട്ടോയിൽ നിലനിൽക്കുന്നുണ്ട്. സർ, അതോടൊപ്പം തന്നെ നമ്മൾ ഓല ഇലക്ട്രിക്കിനെ കുറിച്ച് കുറെ അധികം തവണ ഈ ഫോറത്തിലും ഓപ്പണിംഗ് അവേഴ്സിന്റെ ഫോറത്തിലും ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും നമ്മൾ മെൻഷൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറയുകയാണെന്നുണ്ടെങ്കിൽ 63 രൂപ 79 പൈസ എന്നുള്ള ഒരു ഹൈ വരെ പോയിട്ടുണ്ട്. 15% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓലയുടെ ഒരു നമുക്ക് പെർഫോമൻസ് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും റെയർ എർത്ത് മാഗ്നറ്റുകൾക്ക് മേലുള്ള വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ, അതോടൊപ്പം തന്നെ PLI സ്കീമിൽ കിട്ടിയേക്കാവുന്ന ആനുകൂല്യങ്ങൾ എന്നിവയുടെയൊക്കെ ഒരു ചുവട് പിടിച്ചു തന്നെയാണ് ഓലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നേറ്റത്തിന്റെ ഒരു സാധ്യത തെളിയുന്നത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റം ഒരു ബൈയിങ് അവസരമായിട്ട് എടുക്കേണ്ടതുണ്ടോ? ഓലയെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഓലയുടെ കേസിലും നമ്മൾ ഇതേ ഫോറത്തിൽ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് സംസാരിക്കാനിടയായി. തുടക്കത്തിൽ തന്നെ വൺ ഡിസ്ക്ലോഷർ, എനിക്ക് അഗെയിൻ ഓലയുടെ കേസിൽ എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ഓലയിൽ നമ്മൾ ഇന്നലെ കണ്ടിരിക്കുന്ന വലിയൊരു നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ പൊസിഷൻസും ബിൽഡപ്പ് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി എ മൾട്ടി ബാഗർ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 84, അതിനുശേഷം 98, അതിനുശേഷം 110. സർ, നമ്മുടെ ഫോക്കസിലുള്ള മറ്റൊരു സ്റ്റോക്ക് സ്വിഗ്ഗിയാണ്. ഇന്നലെ 4.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് 430 രൂപ എന്നുള്ള ഒരു റേഞ്ച് വരെ സ്വിഗ്ഗിയുടെ ഒരു പെർഫോമൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗിയിൽ ഇന്നലെ കണ്ട ആ ഒരു മുന്നേറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വിഗ്ഗിയുടെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 445 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്നും 30 മുതൽ 50 രൂപയുടെ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് വാരി എനർജി ലിമിറ്റഡ് ആണ്. ഇന്നലെ 5.5% കൂടുതലുള്ള ഒരു ഇടിവ് നമ്മൾ ഈ സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ട്. കമ്പനിയുടെ സ്റ്റോക്കിനെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം സെഷനുകളിലായിട്ട് ഒരു ഇടിവ് തുടർച്ചയായിട്ട് കാണുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വാരി എനർജീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? വാരി എനർജിയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി അണ്ടർടോൺ ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 3070 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രദീപ് സർ, റിലയൻസിലേക്കാണ് പോകുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. AGMന് ശേഷമുള്ള കമ്പനിയുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് കമ്പനി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള വ്യക്തമായ ധാരണയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നത്. സോ ഫണ്ടമെന്റലി കമ്പനി സ്ട്രോങ് ആകുന്നു, കുറെ കൂടി വിശ്വാസ്യത റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു വരാനിരിക്കുന്ന IPO മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കണക്കിലെടുക്കുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1355 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. റിലയൻസിനെ ഇനി മുന്നോട്ട് അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന്റെ ഒരു ടേൺ അറൗണ്ടിനുള്ള സാധ്യത, റിലയൻസിന്റെ ഒരു ടേൺ അറൗണ്ട് കൂടി സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് റിലയൻസിന്റെ ഒരു മുന്നേറ്റമായിരിക്കും മാർക്കറ്റിനെ ലീഡ് ചെയ്യുക എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ മുന്നോട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, നമ്മൾ റിലയൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഏപ്രിൽ മാസത്തിനായിരുന്നു ഇതിന്റെ ബോട്ടം കാണാൻ സാധിച്ചത്. ആ ഒരു ബോട്ടം നമുക്ക് 1114 കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 1550 രൂപ വരെ നമുക്ക് നേട്ടം ജൂലൈ മാസത്തിൽ നൽകിയിരുന്നു. അതിനുശേഷം വളരെ സ്ട്രോങ് ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ കേസിൽ 1330 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. സോ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ബേസ് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കും. പ്രദീപ് സർ, ഇന്നലെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫാർമ സെഗ്മെന്റിൽ നിന്നുള്ള സൺ ഫാർമയുടെ ഓഹരികളാണ്. ഏതാണ്ട് 2% അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഇടിവ്. അവസാന മിനിറ്റിലും ആ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ശക്തമായിരുന്നു സൺ ഫാർമയിൽ എന്ന് വേണം പറയാനായിട്ട്. സൺ ഫാർമയുടെ മുന്നോട്ടുള്ള ഒരു വ്യൂ സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? അൺഫോർച്ചുനേറ്റ്ലി സൺഫാർമയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സോ ആസ് ഫാർ ആസ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സ് കൺസേൺഡ്, എല്ലാവരുടെയും ഒരു ഭയം ട്രംപ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ട്സിന്റെ പുറത്തും ടാരിഫ് നയങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുമോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ തൽക്കാലം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാതെ ഇരിക്കുക. കൈവശം സൺഫാർമ ഉണ്ടെങ്കിൽ 1578 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസിലുള്ള സ്റ്റോക്ക് ആർ സിസ്റ്റംസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്നലത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഒരു നിലവിലത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 458 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർ സിസ്റ്റംസിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ആർ സിസ്റ്റത്തിന്റെ കേസിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 440 രൂപ ആൻഡ് ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 470 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 490, 500, 510 ഇത് മൂന്നുമായിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. പ്രദീപ് സർ, കഴിഞ്ഞ കുറച്ചധികം സെഷനുകളിലായിട്ട് നമുക്ക് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിൽ ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേയിലത്തെ ഒരു പെർഫോമൻസ് പരിശോധിച്ചാലും 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഒരു പെർഫോമൻസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇയർ ടു ടിൽ ഡേറ്റിലൊക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
അൺഫോർച്ചുനേറ്റ്ലി ജാസ്മിൻ, നിലവിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ ഇൻഡെക്സിൽ നമുക്ക് വളരെ മേജർ റെസിസ്റ്റൻസ് 11,300 കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സർ, ഈ ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒരു പെർഫോമൻസിലേക്കാണ് പോകുന്നത്. ഇന്നലെ 2.25% ഒരു മുന്നേറ്റത്തോടു കൂടി 139 രൂപ 56 പൈസ എന്നുള്ളൊരു നിലവാരത്തിലാണ് IOCയുടെ ഒരു സ്റ്റോക്ക് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഓയിലിലുള്ള സാറിന്റെ ഒരു മുന്നോട്ടുള്ള ടേക്ക് എങ്ങനെയാണ്? IOCയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായി കാണുന്നു. സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 135 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 146 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അഗൈൻ മറ്റൊരു സ്റ്റോക്ക് BPCL ആണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വീണ്ടും 1.5% കൂടുതൽ ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിലും കാണുന്നുണ്ട്. 314 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് BPCL ഇന്നലെ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. BPCL ഹോൾഡ് ചെയ്യുന്ന ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിൽ ഇനി നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? BPCLന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 297 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 333 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ സർ, മറ്റൊരു സ്റ്റോക്ക് ഗാർവേർ ഹൈടെക് ഫിലിംസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 2.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മുന്നേറ്റത്തിന് നിലവിലെ ഒരു അണ്ടർടോൺ ബുള്ളിഷ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,650 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 3,150 അതിനുശേഷം 3,420 റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസും എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് ശാന്തി ഗിയേഴ്സ് ലിമിറ്റഡ് ആണ്. ഇന്നലത്തെ ഒരു പെർഫോമൻസിൽ 558 രൂപ എന്നുള്ള ഒരു ക്ലോസിംഗ് നടത്തുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ശാന്തി ഗിയേഴ്സിലുള്ള സാറിന്റെ ഇനി മുന്നോട്ട് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവൽസുകൾ ഏതൊക്കെയാണ്? ശാന്തി ഗിയേഴ്സിന്റെ കേസിലും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. എങ്കിലും ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 600 അതിനുശേഷം 622 ആയിരിക്കും. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 538. പ്രദീപ് സർ, RVNL ആണ് മറ്റൊരു സ്റ്റോക്ക്. റെയിൽ വികാസ് നിഗത്തിന്റെ കേസിൽ പരിശോധിച്ചാൽ ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് ബേസിസിലേക്ക് വരുന്ന സമയത്ത് 4.5% ഒരു മൂവ്മെന്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു RVNLന്റെ പർട്ടിക്കുലർ സ്റ്റോക്ക്. 316 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇനിയും മുന്നേറ്റത്തിന്റെ ഒരു സാധ്യത എത്രമാത്രമാണ്? RVNLന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇന്നലെ നമുക്ക് കണ്ടിരിക്കുന്ന ഈ തിരിച്ചുള്ള ഒരു ഷാർപ്പ് റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ബട്ട് ജനറലി സ്പീക്കിംഗ് എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റോക്സിന്റെ ബോട്ടത്തിന്റെ വളരെ അടുത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ ആയിരിക്കാം നമ്മൾ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. RVNLനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്ന 2-3 സ്റ്റോക്സ്. ആദ്യത്തെ ടിറ്റാഗറിന്റെ കേസിലാണ്. ടിറ്റാഗറിന്റെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്കിന് 882 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഡിസ്ക്ലോഷർ എനിക്ക് ഈ സ്റ്റോക്കിൽ നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ഇൻ ദിസ് സെഗ്മെന്റ് ഇസ് ടെക്സ്മാക്കോ റെയിൽ.
ടെക്സ്മാക്കോ റെയിലിന്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ബേസ് 137 ഫോം ചെയ്യുന്നത് കാണുന്നുണ്ട്. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ഒരു കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 162 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് ഇസ് ജൂപ്പിറ്റർ വാഗൺ. ടെക്സ്മാക്കോ റെയിലിന്റെ സിമിലർ പാറ്റേൺ ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത്. 300 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് കറന്റ് ലെവൽസിൽ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാം. സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 360 അതിനുശേഷം 382 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ, ഏതായാലും മറ്റൊരു ഫോക്കസിലുള്ള സ്റ്റോക്ക് വിംത ലാബ്സ് ലിമിറ്റഡ് ആണ്. വിംതയുടെ കേസിൽ ഇന്നലത്തെ ഒരു പെർഫോമൻസ് പരിശോധിച്ചാൽ 2.25% ഒരു ഇടിവോട് കൂടിയിട്ടാണ്, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. 652 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? വിംത ലാബിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിരുന്നു. ബട്ട് ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 620 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസും അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രദീപ് സർ, അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക്. 1.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 267 രൂപ എന്നുള്ള ഒരു റേഞ്ചിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് ഈ ഒരു സ്റ്റോക്കിൽ എത്രമാത്രം ഒരു സാധ്യതയുണ്ട്? See, Apollo Micro Systems, again, it's a small cap stock, but here the stock has outperformed the defense index, it has outperformed the tech IT index, and it has outperformed Nifty 50. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 280, 290, 310. ആൻഡ് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 255. സർ, ജിയോ ഫിനാൻഷ്യൽ സർവീസസിലേക്കാണ് പോകുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. 314 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ജിയോ ഫിനിന്റെ ഒരു പെർഫോമൻസ് കണ്ടത്. ജിയോ ഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പെർഫോമൻസ് ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം ഒരു വർഷത്തിനപ്പുറമാണ് ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 363 രൂപ എന്നുള്ള ഒരു റേഞ്ച് ആയിരുന്നു അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് സമാനമായി കൊണ്ട് തന്നെ 300 രൂപയും കഴിഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ജിയോ ഫിനാൻസിൽ കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ഒക്കെ തന്നെ വരുന്നുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസിൽ ഇനി സാറ് പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ജിയോ ഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 303 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആക്ച്വലി കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ബട്ട് നമ്മളൊരു ലോ റിസ്ക് ബൈങ് അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 322 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രദീപ് സർ, ഇന്നലത്തെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫാർമ കമ്പനികൾക്ക് പിന്നാലെ ഇന്നലെ FMCGയിൽ നിന്നും ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു 0.5% മുതൽ 1% ഒരു ഇടിവ് നമ്മൾ കണ്ടിട്ടുണ്ട്. FMCG സെഗ്മെന്റിനെ പൊതുവെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എസ്പെഷ്യലി ITCയെ കുറിച്ചും? സോ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ആക്ച്വലി ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. ഹൗവർ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 2610 രൂപയായിരിക്കും. ITCയുടെ കേസിൽ ലിറ്റിൽ ബിറ്റ് പ്രോബ്ലം. ബിക്കോസ് ITCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു കേസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 395 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 425 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതേസമയം കോൾഗേറ്റ് പാമോലിവിന്റെ കേസിൽ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആദ്യത്തെ 2400, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ മേജർ റെസിസ്റ്റൻസ് 2520. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഹ്യൂജ് അപ്സൈഡ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
പ്രദീപ് സാർ, താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ സാറിന്റെ ഫോക്കസിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എസ്പെഷ്യലി നമ്മൾ റെയിൽവേ സെഗ്മെന്റ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റോക്സ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ടോ? നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ചില കമ്പനീസ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് ഒന്ന് വന്നിട്ട് HDB ഫിനാൻഷ്യൽ സർവീസസ്. ഓക്കെ. ബട്ട് ഷോർട്ട് ടേം ട്രേഡിംഗിനാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നല്ല ബുള്ളിഷ് സെറ്റപ്പും നല്ല ബൈങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്ന ചില സ്റ്റോക്സ് ക്രോസ്, അതുപോലെ തന്നെ കാരിസൽ, എംബസി ഇസ് എ റിയൽ എസ്റ്റേറ്റ് കമ്പനി, ലിസ്റ്റ് ചെയ്ത് ഒത്തിരി നാളുകളായിട്ടില്ല, JK പേപ്പർ, മുഞ്ചൽ ഓട്ടോ, പെന്നാർ ഇൻഡസ്ട്രി, SJS. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളുമായിട്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ മാർക്കറ്റ് പ്ലസിന്റെ ഇന്നത്തെ ഒരു ഫോറം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇനി പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും മറ്റ് പ്രധാനപ്പെട്ട ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ വിഷ്ണുവും നിഖിലും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺ.